ഒരിക്കൽ നമ്മൾ ഒരുവനെ മറക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ ഒരിക്കൽ അവന്റെ ഓർമ്മ കടൽത്തീരത്ത് വായിച്ച കവിതയായി ആകാശത്തേക്ക് പറന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്നു, സ്നേഹം ഒരു ഓർമ്മ മാത്രമല്ല, അതൊരു ജീവിതം തന്നെയാണ്. ഈ കഥ ആകാശത്തിനും തീരത്തിനുമിടയിൽ അന്ധമായ മറവിയിൽ നിന്ന് തിരിച്ചെത്തിയ ഒരു പ്രണയത്തിന്റെ യാത്രയാണ്. തണുത്ത പുലരിയിൽ തഴുകിയുള്ള കടൽമഞ്ഞ് ചിറകുകളിലാക്കിയപ്പോൾ മനസ്സിന്റെ ആഴങ്ങളിൽ മറഞ്ഞുപോയ ഓർമ്മകൾ വീണ്ടും മുഖമുദ്രകൾ പോലെ പുറത്തുവന്നു. ചെറുതായിട്ടുള്ള ഒരു തീരദേശ ഗ്രാമം, വള്ളിക്കുന്നം. ഇവിടെ കാലം നിശ്ചലമാണ്. സന്ധ്യകളിൽ കടലിന്റെ ശബ്ദം മുഴുവൻ ഹൃദയത്തിലേക്ക് ചാലിച്ചെത്തും. അവിടെ ഒരു കുഞ്ചപ്പൻ ഹോട്ടലിന്റെ പഴയ ബെഞ്ചിൽ ഇരിക്കുന്നതാണ് 28-കാരനായ ആനന്ദ്. ഒരിക്കൽ നഗരത്തിലേക്ക് വിട്ടുപോയ ഒരാൾ, വർഷങ്ങൾക്കു ശേഷം സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയത് വെറും അവധിക്കല്ല, മറഞ്ഞുപോയ ആരെയൊക്കെയോ തിരയാനാണ്. വയസ്സായി 25 മാത്രം, പക്ഷേ കണ്ണുകളിൽ ആഴം നിറഞ്ഞ നയനതാര. പഴയ സ്കൂൾ അധ്യാപകന്റെ മകൾ, വർഷങ്ങളായി കാറ്റിനൊപ്പം കഥകൾ എഴുതുന്ന പെൺകുട്ടി. അവൾ ഓരോ ദിവസവും തീരത്തു വരും, കടലിനോട് എഴുതിയ കവിതകൾ വായിക്കും, ആകാശത്തിലേക്ക് നോക്കും. അവളെ കണ്ടപ്പോൾ തന്നെ ആ പഴയ മുഖം കണ്ട പോലെ അനുഭവപ്പെട്ടു ആനന്ദിന്. അവളെക്കുറിച്ചറിയാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവൾക്ക് വലിയ ഒരു പ്രശ്നമുണ്ട്. അവളുടെ ഓർമ്മശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവളുടെ പേരും ഒറ്റയായ ജീവിതവും അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആഴത്തിലുള്ള കഥയും ഒരാളെയും അറിയില്ല. ആനന്ദ് അങ്ങേയറ്റം തപസ്വിനിയെ പോലെ അവളോട് ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു. പക്ഷേ നയനതാരയ്ക്ക് ആ നിലയുടെ പഴയ കാഴ്ചകളെ കുറിച്ച് ഓർമ്മയില്ല. പക്ഷേ ഒരിക്കൽ ആനന്ദ് ഒരു പഴയ സ്കെച്ച് ബുക്ക് നൽകി. ഇത് നീ എന്നോട് ഒരിക്കൽ തീരത്ത് വെച്ച് വരച്ചത്. അവൾ ശാന്തമായി നോക്കി, ചിന്തിച്ചു. പിന്നീട് അവിടെ അവളുടെ കണ്ണുകൾ തിളങ്ങി. നീ ആനന്ദാണല്ലേ? ഒടുവിൽ കഥയുടെ 2 കാതുകൾ വീണ്ടും പുണർന്ന് മാറി നിന്നു. കാലം വീണ്ടും ചുറ്റി വരുമ്പോൾ അവർ വീണ്ടും അവളുടെ പിതാവിന്റെ പഴയ വീട്ടിൽ താമസിച്ചു തുടങ്ങി. അയാൾ തിരിച്ചു വന്നതുകൊണ്ട് അവൾക്ക് നഷ്ടപ്പെട്ട ഓർമ്മകളിൽ ചിലത് വീണ്ടെടുക്കാനായി. നിത്യവും അവൾ കടലിനോട് കഥ പറയുകയും അയാൾ അവളുടെ വായനകൾ ആഴത്തിൽ കേൾക്കുകയും ചെയ്തു. ഒരു ദിവസം നയനതാര എഴുതിയ ഒരു വരി ആനന്ദ് വായിച്ചു. ഓർമ്മകളില്ലാതെയും ഞാൻ നിന്നെ സ്നേഹിച്ചു. ഇപ്പോൾ ഓർമ്മയോടെയും ഞാൻ നിന്നിൽ വീണുപോയിരിക്കുന്നു. കാലങ്ങളായാലും ചില ബന്ധങ്ങൾ മാറുന്നില്ല. ഓർമ്മ നഷ്ടപ്പെട്ടാലും ഒരാളുടെ സാന്നിധ്യം മാത്രം മതിയാകും ഉള്ളിലെ തീ പതിയാൻ. കാരണം സ്നേഹം എന്നത് കാണാനാവാത്ത ഒരു കനലാണ്, കാറ്റുകൊണ്ട് കെടുത്താനാകാത്തത്. ആകാശത്തിനും തീരത്തിനുമിടയിൽ അവർ ഇന്നും നിശബ്ദമായൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ കഥ ഇനി നിന്റെ ഹൃദയത്തിലും ഉണ്ടാവട്ടെ. ഇതൊരാളുടെ പ്രണയകഥ മാത്രമല്ല. സ്നേഹം എല്ലായ്പ്പോഴും നമ്മളെ തിരിച്ചു കൊണ്ടുവരും, ഒരിക്കൽ നഷ്ടപ്പെട്ടതുപോലും. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അടുത്ത പ്രണയകഥയിലായിട്ട് വീണ്ടും നമുക്ക് കാണാം.